വിനു, കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ വേണമെന്നുള്ള മുറവിൽ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും പുതിയ പേര് ആൻ്റോ ആൻ്റണിയുടേതാണ്. ആൻ്റോ ആൻ്റണി സുധാകരനെ മാറ്റി KPCC അധ്യക്ഷനാകുമോ? ഏതായാലും ഇന്നിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കും, ധൃതി വയ്ക്കേണ്ട, എന്തായാലും മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. വളരെ പെട്ടെന്നായിരിക്കും തീരുമാനം. ആൻ്റോ ആൻ്റണിയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. ക്രിസ്തീയ ബെൽറ്റ് ആ രീതിയിൽ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. സുധാകരൻ പറയുന്നത് എന്നെ മാറ്റേണ്ട ആവശ്യം എന്താണ്, എനിക്കെന്താണ് കുഴപ്പം, ഞാൻ എത്ര വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആളല്ലേ എന്ന തരത്തിൽ സുധാകരൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈഴവ കാൻഡിഡേറ്റാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ ഒരു ഈഴവ ലോബി ആ രീതിയിൽ ഏത് തരത്തിൽ അതിനെ കാണുമെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ കണ്ണൂരിനെ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ നിന്ന് ഒരു രാഷ്ട്രീയ രീതിയിൽ കോൺഗ്രസിനെ ഉയർത്താൻ കഴിഞ്ഞൊരു നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിന് അത്രയും പ്രവർത്തന പാരമ്പര്യമൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തള്ളി പറയാനും പറ്റില്ല. സ്വാഭാവികമായും ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനൊരു ഉചിതമായ സമയമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയായിരുന്നു. പക്ഷേ ഇവർ ഈ തമ്മിലടിച്ച് അത് ഇല്ലാതാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഇവർ തമ്മിലടിച്ച് തീരട്ടെ എന്നുള്ളൊരു നിലപാടാണ്. BJPക്കും വളരാനുള്ളൊരു സാഹചര്യം കോൺഗ്രസ്സായിട്ട് ഒരുക്കി കൊടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അടുത്ത മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. ചെന്നിത്തലയാകട്ടെ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. കാരണം ചെന്നിത്തലയ്ക്കും അടുത്ത മുഖ്യമന്ത്രി ആകണം. KC വേണുഗോപാലും കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ കേന്ദ്രത്തിലൊന്നും ഇവർക്കൊന്നും ഒരു സാധ്യതയില്ലെന്ന് ഇവരെല്ലാം മനസ്സിലാക്കി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നത് കുഞ്ഞാലി സാഹിബാണ്. കാരണം ഇനിയിപ്പം ഇടതുപക്ഷത്തോട്ട് പോകണോ, അതോ ഇതിൽ നിന്ന വല്ല രക്ഷയുണ്ടോ, ഭരണം കിട്ടുമോ, വ്യവസായവും വിദ്യാഭ്യാസവും ഒക്കെ കൈയാളാനുള്ളതാണ്. ഇനി ചിലപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും ചോദിച്ചുകൂടായികയില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ഇരയെ പിടിക്കാനിരിക്കുന്ന പോലെയാണ് കുഞ്ഞാലി സാഹിബും മുനീറും ഒക്കെ ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ജയിക്കുമോ, UDF ജയിക്കുമോ, UDF ജയിച്ചാൽ പിന്നെ കയറി മേയാം. അതല്ല, UDF തോറ്റാൽ ഇനി LDF-ലേക്ക് പോകാനുള്ള കരുക്കൾ ഏത് തരത്തിൽ നീക്കാം. കാരണം ഇനി ഇവർക്ക് 10 വർഷത്തിൽ കൂടുതൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ പ്രാന്താവും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് ലീഗ് പറ്റില്ല, അവർക്ക് പറ്റില്ല. 10 വർഷം അവരെങ്ങനെ ശ്വാസം പിടിച്ച് നിന്നെന്നറിയാൻ വയ്യ. കാരണം കുഞ്ഞാലി സാഹിബ് ഒരു തവണ നിയമസഭ വരുമ്പോൾ നിയമസഭ മത്സരിക്കും, അടുത്ത തവണ ലോക്സഭ വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞ് കയറി ലോക്സഭ മത്സരിക്കും. അവസാനം അവിടെ രാഹുൽ ഗാന്ധിയും ഇല്ല, ഇവിടെയും ഇല്ല. അവസാനം വീണ്ടും തിരിച്ചു വന്ന് നിയമസഭ മത്സരിക്കും. ഇത്തവണ ഇനി എന്ത് വേണമെന്ന് അറിയാൻ വയ്യാതെ ഭ്രാന്തെടുത്ത് ഇരിക്കുകയാണ് കുഞ്ഞാലി സാഹിബൊക്കെ. അതുകൊണ്ട് അവരിനിയിപ്പം ഏത് തരത്തിലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശനിദശ എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ ഈ ആൻ്റോ ആൻ്റണി ആക്കുന്നതിലൂടെ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ എപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം, എറണാകുളം മേഖലകളിലൊക്കെ ക്രിസ്തീയ വോട്ടുകൾ നന്നായി സമാഹരിക്കാൻ കഴിയും. അതോടൊപ്പം ലീഗും അത്തരത്തിൽ കോൺഗ്രസിനെ സഹായിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പ്രീണിപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത ഈ കമ്മ്യൂണിസ്റ്റിലുള്ള ഈഴവ സമുദായത്തിലുള്ള വോട്ടർമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഈഴവ സമുദായത്തിലെ വോട്ടർമാരും ഒക്കെ BJP-യിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത. കാരണം ഇരുമുന്നണികളും ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതുകൊണ്ട് BJP മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈഴവ സമുദായം മുഴുവൻ ഇപ്പോൾ BJP-യിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരാളെ, ആൻ്റോ ആൻ്റണി പോലെ ഒരാളിനെ കൊണ്ടുവന്നുകൊണ്ട് മാറ്റം വരുത്താനുള്ള ശ്രമം. പക്ഷേ അടൂർ പ്രകാശ് ഇതിൻ്റെ കുപ്പായം തുന്നിയിരിക്കുകയാണ്. അതുപോലെ തന്നെ K മുരളീധരൻ കുപ്പായം തുന്നിയിട്ടുണ്ട്. എന്തിനു പറയുന്നത്, മുല്ലപ്പള്ളി മറ്റേ സുധീരൻ വരെ കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം കടുത്ത ആഗ്രഹത്തോടുകൂടി ഈ ഡ്രസ്സ് തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ലീഗിൻ്റെ അവസ്ഥയും എല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. അതെ, ഒട്ടും ശുഭകരമല്ല. കാരണം മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെയും പിന്നാക്ക സമുദായങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ഒരു കരുത്തുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ പിന്നാക്ക സമുദായങ്ങൾ കോൺഗ്രസ് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഈഴവ സമുദായത്തിൽ നിന്നുള്ളവർ, അപ്പോൾ ഈഴവർ കോൺഗ്രസ് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു 10-15% വോട്ട് ഒറ്റയടിക്ക് പോകുമെന്നുള്ളതാണ്. അതിന് അത്രയേറെ ഈഴവ പ്രാതിനിധ്യം കോൺഗ്രസിനുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇരട്ടിയോളമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈഴവരിൽ നിന്നുള്ള പിന്തുണയുള്ളത്.
അപ്പം ഇതിപ്പോൾ എന്താകും എന്നുള്ളത് ഒരു വലിയ ഒരു ഡിലമയിലേക്ക് പോകും. പക്ഷേ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് കോൺഗ്രസിൻ്റെ ബുദ്ധി. കോൺഗ്രസിനൊപ്പം നിന്ന ക്രിസ്ത്യാനികൾ ഒന്നടങ്കം BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ ആണെങ്കിലും ഈ BJPക്ക് പല സഭകളും പിന്തുണ കൊടുക്കുന്നുണ്ട്. പല നിലപാടുകളിലും ഈ പറയുന്ന വഖഫിൻ്റെ വിഷയത്തിലടക്കം ക്രിസ്ത്യാനികൾക്കൊപ്പം BJP നിന്നു എന്നുള്ളത് കൊണ്ടും BJP ക്രിസ്ത്യാനികളെ കൂടെ നിർത്താൻ വേണ്ടി പരമാവധി സഹകരിക്കുന്നു എന്നുള്ളത്. അതായത് നമുക്കറിയാം കോട്ടയം മേഖലയിലുള്ള BJPക്കാരിൽ ഒരു ക്രിസ്ത്യാനികളിൽ വലിയൊരു വിഭാഗത്തിന് BJPയോട് അടുപ്പമുണ്ട്. അതാണ് PC ജോർജ് അടക്കമുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാത്ത, ഇല്ലെങ്കിൽ PC ജോർജിനെ അനുഗമിച്ച് ബാക്കിയുള്ളവരും കൂടെ പോകുന്നത്. കാരണം ഒരു ക്രിസ്ത്യൻ കൾച്ചറിനെ കൂടെ നിർത്താൻ BJPക്ക് വലിയ പ്രയാസമില്ല. അവിടെ കേരള കോൺഗ്രസിനെ കൂടി നഷ്ടമായ കോൺഗ്രസിന്, കേരള കോൺഗ്രസ് മാണിയം പോയ ആ വിടവ് നികത്തണമെങ്കിൽ ഇനിയൊരു കോൺഗ്രസ്സുകാരൻ ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിന്റെ അമരത്തേക്ക് വരണം. ഉമ്മൻചാണ്ടി പോയി, ഉമ്മൻചാണ്ടി ഇപ്പൊ കോൺഗ്രസില്ല, ജീവിച്ചിരിപ്പില്ല. ഇനി AK ആന്റണിക്ക് അതിനുള്ള കരുത്തുമില്ല, വയസ്സായി പ്രായാധിക്യം കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇനി അപ്പോൾ ആരാണ് ബാക്കിയുള്ളത്? ഇനിയുള്ള ഒരാളിനെ പിടിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്ത്യൻ സമൂഹത്തോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് കാണിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് പോകും. അല്ലെങ്കിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് ഇപ്പം നല്ല പേരില്ല. അതിൻ്റെ ഒപ്പം ഈ പറയുന്ന CPMലേക്കുള്ള ക്രിസ്ത്യാനികളുടെ ഒരു വരവുണ്ട്. അതിനെ എങ്ങനെയും തടഞ്ഞു നിർത്തണം. കാരണം MA ബേബി ജനറൽ സെക്രട്ടറി ആയതോടുകൂടി ഒരു ക്രിസ്ത്യൻ പ്രതിനിധി അവിടെ ഉണ്ടായി എന്നുള്ള ഒരു തോന്നൽ ക്രിസ്ത്യാനിക്ക് ഉണ്ടാവും. ഒരു ക്രിസ്ത്യാനി CPIMന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ കോൺഗ്രസിനകത്ത് ആ ഒരു ഒഴുകത്ത് BJPയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിണറായി പറയാതെ ചലിക്കാൻ പറ്റത്തില്ലെങ്കിലും അങ്ങനെ പേരുണ്ട്, ബേബി എന്നുള്ള പേരുണ്ട്. അതായത് ഈ BJP കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളും CPM കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയ കോൺഗ്രസ് ആണ് ഇപ്പൊ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് ഒരു ക്രിസ്ത്യാനി വേണം എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നത്. ബെന്നി ബെഹനാനോ ആന്റോ ആന്റണിയോ ഒക്കെ കൊണ്ടുവന്നാൽ ഗുണം ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല, ന്യൂനപക്ഷത്തെ കൂടെ പിടിക്കുമ്പോൾ പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ട് ചോർന്നു പോകും, ഈഴവരുടെ വോട്ട് ചോർന്നു പോകും, താഴോട്ടുള്ള മറ്റു വിഭാഗങ്ങൾക്ക് പോകും. ചെന്നിത്തലയും സതീശനെ കൊണ്ട് നായർ സമുദായത്തിന്റെ ഒരു പങ്കേ പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. കാരണം NSSന് പോലും, ചെന്നിത്തലയെ ഇഷ്ടമാണ് NSS, പക്ഷെ NSS പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസുമായി അടുക്കുന്നില്ല. ചെന്നിത്തലയുമായി അടുത്തു, ശരിയാണ്, പക്ഷേ കോൺഗ്രസുമായി അടുക്കുന്നില്ല. അവർക്ക് വിശ്വാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുമ്പോൾ BJPയോടാണ് ആഭിമുഖ്യവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇനി ഒരു നേതൃമാറ്റം കൊണ്ടുവരുമ്പോൾ അത് ജാതി സമവാക്യങ്ങൾ നോക്കി തന്നെ അവർ ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് K മുരളീധരനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൂടാ? എന്ത് തോന്നുന്നു K മുരളീധരൻ? തീർച്ചയായും K മുരളീധരൻ ഒരു വലിയ നേതാവാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു രക്തസാക്ഷി കൂടിയാണ്. പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം പോലും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്ന് വടകര മത്സരിപ്പിക്കുന്നു, അവിടെയും ജയിക്കുന്നു. അതിനുശേഷം കൊണ്ടുവന്ന് നേമത്ത് മത്സരിപ്പിച്ച് അവസാനം അവിടെ തോൽവി ഏറ്റുവാങ്ങുന്നു, അദ്ദേഹം പോകുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഒന്നും ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ചെന്നിത്തലയും തയ്യാറായില്ല. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൃശ്ശൂർ സുരേഷ് ഗോപിക്കെതിരെ നടത്തി അദ്ദേഹം വളരെ വലിയൊരു തോൽവി ഏറ്റുവാങ്ങി. അതുമാത്രമല്ല, അദ്ദേഹം പണ്ട് ഇതുപോലെ KPCC പ്രസിഡൻ്റായിരുന്ന സമയത്ത് മന്ത്രിയാവാൻ വേണ്ടി വടക്കാഞ്ചേരി പോയി മത്സരിച്ച് അവിടെയും പരാജയപ്പെട്ടത് ഒരു ചരിത്രം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം എപ്പോഴും പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ അത് ഇവർക്കറിയാം, അത് അപകടമാണെന്ന്. സതീശനോ വേണുഗോപാലോ അത് സമ്മതിക്കില്ല. കാരണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം പുള്ളി കൊണ്ടുപോകുമെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് മുരളീധരനെ ആക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.